ബട്ടർ ചീസ് ഒന്നുമില്ലാതെ എങ്ങനെ ലോഡഡ് ഫ്രൈസ് വീട്ടിലുണ്ടാക്കുക എന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇതിനായി 300 ഗ്രാം ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/4 ടീസ്പൂൺ ഗരം മസാല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കുക. ഇതൊരു 50 to 30 മിനിറ്റ്സ് വരെ മാറ്റി വെക്കുക. അടുത്തതായിട്ട് ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസിന് ഞാനിവിടെ 4 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അത് നീളത്തിൽ കട്ട് ചെയ്ത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്തു. ഞാനത് മൊരിഞ്ഞു വന്നപ്പോൾ അത് വേറൊരു പാത്രത്തിലിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ ഉരുളക്കിഴങ്ങും ഞാൻ ചെയ്തെടുത്തു. അടുത്തതായിട്ട് മയോനൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. പിന്നെ അതുപോലെ തന്നെ 2-3 ഇല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഒരു മൂടി വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിതിലോട്ട് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ തന്നെയാണ് നല്ലത്, എന്നാലേ ആ മയോനൈസിൻ്റെ ടെക്സ്ചർ നമുക്ക് നന്നായിട്ട് കിട്ടുകയുള്ളൂ. ഇനി നന്നായിട്ട് അടിച്ചെടുക്കാം. എൻ്റെ മയോനൈസ് ഇപ്പോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അടുത്തതായി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഫ്രൈ ചെയ്യുകയാണ്. അതിനായിട്ട് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം ചിക്കൻ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലോണം കുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം. ഒരു 2-3 മിനിറ്റ് അടച്ച് വെച്ചാൽ മതി. അപ്പോൾ തന്നെ നല്ലോണം കുക്കായി കിട്ടും. ശേഷം നമുക്ക് അത് തുറക്കാവുന്നതാണ്. ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു വൈറ്റ് സോസിൻ്റെ ആവശ്യമുണ്ട്. അതാണ് ഇപ്പോൾ ഞാനിപ്പോൾ തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ മൈദപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കുക. മൈദപ്പൊടി ചെറു തീയിലിട്ട് വേണം ഇളക്കാൻ, കാരണം മൈദപ്പൊടി ഒന്ന് വെന്ത് കിട്ടണം. ഇനി ഇതിലേക്ക് നമുക്ക് പാലാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പോളം പാലെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. ആ മൈദപ്പൊടിയും പാലും നന്നായിട്ട് ബ്ലെൻഡായിട്ട് വരണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലക്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക. ഞാനിവിടെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക. എൻ്റെ അടുത്ത് ആ ക്ലിപ്പ് മിസ്സായിപ്പോയി. ഇതെങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഫസ്റ്റ് ലെയറായിട്ട് ഫ്രഞ്ച് ഫ്രൈസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് എല്ലാ ഭാഗത്തും ഒന്ന് ആവുന്ന രീതിയിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് ഫ്രഞ്ച് ഫ്രൈസിന് മുകളിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച വൈറ്റ് സോസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എൻ്റെ വൈറ്റ് സോസ് കുറച്ച് തിക്കണതാണ് കേട്ടോ. ഇങ്ങനെ നിങ്ങൾക്ക് കുറച്ചും കൂടി ലൂസിൽ ഉണ്ടാക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് മയോനൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് സോസും കൂടി ഒഴിച്ചു കൊടുക്കാം. അടുത്തായിട്ട് നമ്മൾ സെക്കൻഡ് ലെയറാണ് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം ചെയ്ത പോലെ തന്നെ നമ്മൾ ആദ്യം ഫ്രഞ്ച് ഫ്രൈസ് എല്ലാ ഭാഗത്തും ഇട്ട് കൊടുക്കുക. അതിന് മുകളിൽ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. പിന്നെ വൈറ്റ് സോസ്, മയോനൈസ് സോസ് എന്നുള്ള ആ ഒരു ക്രമത്തിൽ തന്നെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്.
ഇതിന് മുകളിൽ ഞാൻ ഗാർണിഷിന് വേണ്ടിയിട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചുള്ള ചിക്കൻ തന്നെയാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അടിപൊളിയായിട്ടുള്ള ലോഡഡ് ഫ്രൈസ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.